ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ബോട്ടിൽ വർക്കാണ്. അത് ഈ ചിരട്ട വെച്ചുള്ള വർക്കാണ്. ആ ബോട്ടിൽ തന്നെയാണ് അത് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊരു പ്ലെയിൻ കുപ്പി എടുക്കുക. അത് നല്ല നീറ്റാക്കുക. എന്നിട്ട് പിന്നെ വേണ്ടത് ഫെവിക്കോളാണ്. അത് നമുക്ക് വെള്ളത്തിൽ കലർത്തിയാണ് എടുക്കേണ്ടത്. പിന്നെ അടിക്കാൻ ബ്രഷ്. പിന്നെ മെയിൻ സാധനം ഇതാണ്, ചിരട്ട ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയത്. അത് നമ്മൾ സൂക്ഷിച്ചെടുക്കണം. കണ്ണിലൊന്നും പോകാതെ നമ്മൾ തുണിയുടെ അകത്ത് വെച്ച് പൊട്ടിച്ചാൽ മതി. അപ്പം സേഫായിരിക്കും. പിന്നെ ബ്ലാക്ക് പെയിൻറ്റ് വേണം. പിന്നെ ടിഷ്യൂ പേപ്പർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ബോട്ടിൽ വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് പശ ഇതിൽ നിന്ന് തേച്ച് കൊടുക്കാം. ഇത് ഫുള്ളിങ്ങനെ തേക്കണം. കാരണം ഈ പേപ്പർ അതിൽ ഒട്ടി നിൽക്കാനാണ്. ഒട്ടിച്ചിട്ട് നമുക്കതിൻ്റെ പുറത്ത് ഒന്നും കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പം അത് ചുളുങ്ങത്തൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ നിൽക്കും. ശരിക്കും റൗണ്ടിലെല്ലാം നിൽക്കത്തക്ക വിധത്തിൽ തേക്കുക. അതിൻ്റെ പേപ്പർ, ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ടിഷ്യൂവും ഇങ്ങനെ പുറത്തായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് പുറമേ വരുന്നതിൽ നമുക്ക് ഉള്ളിൽ വീണ്ടും പശ ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടത് ഒട്ടിന്നോളും. വൈറ്റ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയ ശേഷം വേണം നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് ഇത് ഫുള്ളും നമുക്ക് അടിച്ചു കൊടുക്കണം. വൈറ്റ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ശേഷം നമുക്കിനി ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു തുടങ്ങാം. അത് നല്ല തിക്കായിട്ട് തന്നെ അടിക്കാം, അല്ലെങ്കിൽ ആ വൈറ്റ് ഗ്യാപ്പ് ഇടവിട്ട് കാണും. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വൈറ്റ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രഷ് വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കണം. ആ താഴെ ഏറ്റവും അടിയിൽ എഡ്ജൊക്കെ നല്ലപോലെ ഫിനിഷിങ് വരത്തക്ക വിധം അടിച്ചു കൊടുക്കുക. ബാക്കെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് പെയിൻറ്റ് അടിച്ച് നമ്മൾ വെച്ചിരുന്നത് ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന ചിരട്ട ഇങ്ങനെ സ്വല്പം ഗ്യാപ്പിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഞാൻ ദേ ഒട്ടിക്കുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെ അല്പം ഗ്യാപ്പിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഫുള്ളാക്കി ഒട്ടിച്ചു. ആദ്യം നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുത്തു. അത് ഉണങ്ങി. അത് കഴിഞ്ഞിട്ട് ചിരട്ട പീസാക്കി ഒട്ടിച്ചു. അതും ഉണങ്ങി. ഇനി നമുക്ക് ഗ്ലേസിങ് കിട്ടാനായിട്ട് വാർണിഷ് നമുക്ക് അടിച്ചു കൊടുക്കണം. ഇതാണ് വാർണിഷ്. ഇത് നമുക്ക് ഇതിൻ്റെ പുറത്ത് അടിക്കുമ്പോൾ ഗ്ലേസിങ് കിട്ടും.